എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഈശ്വര സ്നേഹമുള്ള കൂട്ടുകാരെ, ഉയർപ്പുകാലം 7-ാം ഞായറാഴ്ച തിരുസഭാ മാതാവ് നമുക്ക് തരുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 24-ാം അധ്യായം 44 മുതൽ 53 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ ഈശോ സ്വർഗാരോപണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യരോട്, താൻ ഇത്രയും നാൾ സ്നേഹിച്ച് കൂടെ കൊണ്ടു നടന്നവരോട് എല്ലാവിധ വാഗ്ദാനങ്ങളും ഉടമ്പടിയും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുന്നു, തൻ്റെ സ്വന്തം സമ്മാനമായ പരിശുദ്ധാത്മാവിനെയും കൂടി നൽകിയിട്ടാണ് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പോകുന്നത്. ആ പോയി കഴിയുമ്പോൾ ആ സന്തോഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് എങ്ങനെയാണ്? അവസാനത്തെ വാക്യം 53-ാമത്തെ വാക്യം പറയുന്നു, അവര് സദാസമയവും ദേവാലയത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കഴിച്ചു കൂട്ടിയെന്നാണ്. ഇങ്ങനെ എല്ലാ നേരവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. എല്ലാ നേരവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ടോ? പൗലോസ് നമ്മളോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്: നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നമ്മെ സംബന്ധിച്ച ദൈവഹിതമെന്നും. അങ്ങനെയാണെങ്കിൽ എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കാൻ, ദൈവത്തിന്റെ ഹിതം നിറവേറ്റാൻ ഇടവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. ഇടവിടാണ്ട് പ്രാർത്ഥിക്കുക. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഓരോ ദിവസം ചെയ്യാനുള്ളത്? രാവിലെ എഴുന്നേൽക്കണം, പള്ളി പോകണമെങ്കിൽ പള്ളി പോകണം, അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം, പിന്നെ ഇപ്പോൾ വെക്കേഷൻ സമയം ആയതുകൊണ്ട് പല കാര്യങ്ങളും ഉണ്ടാവും. ഗെയിം കളിക്കാൻ പോകണം, ഫുട്ബോൾ കളിക്കാൻ പോകണം, പല കാര്യങ്ങളും ചെയ്ത് തീർക്കാനുണ്ടാവും, ട്രിപ്പ് അടിക്കണം, ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാ നേരവും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? എനിക്കൊരു അമ്മയുണ്ട്. അമ്മയുടെ ഒരു പ്രത്യേകത ഇതാണ്: ഞാൻ ഇപ്പോൾ വീട്ടിൽ ചെന്നാൽ പോലും അമ്മയുടെ ഫോണിൽ അമ്മ തന്നെ റെക്കോർഡ് വെച്ചിട്ടുള്ളൊരു കൊന്തയുണ്ടാവും. ആ കൊന്ത മുഴുവൻ നേരവും 24 മണിക്കൂറും, അല്ലെങ്കിൽ അമ്മ എണീറ്റിരിക്കുന്ന സമയം മുഴുവൻ 24 മണിക്കൂറെന്ന് വേണമെങ്കിൽ പറയാം, അത്രയും സമയം ഈ കൊന്തയിൽ ആയിരിക്കും അമ്മയുടെ ജീവിതം മുഴുവനും. അതിൽ പാട്ട് വരും, ഇടയ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ, ഇടയ്ക്ക് വേറെ ചെറിയ പല കൊന്തകളൊക്കെ വരും. ഇങ്ങനെ ഫുൾ ടൈം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്മേനെ ഞാൻ കാണാറുണ്ട് എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ. പിന്നെ പല സന്യാസ സഭകളിലും ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ മുഴുവൻ സമയം പ്രാർത്ഥനയിൽ, പല യാമങ്ങളിൽ 7 യാമങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്നവരൊക്കെ കാണാറുണ്ട്. എൻ്റെ ചോദ്യം, നമുക്കിത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇത്രയും ബിസി ആയിട്ടുള്ള, ഇത്രയും കാര്യങ്ങൾ ചെയ്തെടുക്കാനുള്ള, പലതരത്തിലും പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നമ്മൾ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് നമുക്ക് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഫ്രാൻസിസ് സാലസ് പുണ്യവാൻ പറയുന്നു, പറ്റുമെന്ന്. എങ്ങനെയാണ് പറ്റുമെന്നാണ്. ഒന്നാമത്തെ കാര്യം, 3 കാര്യങ്ങളാണ് ഈ ഫ്രാൻസിസ് സാലസ് പുണ്യവാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ഉള്ള വഴിയായിട്ട്, 3 സ്റ്റെപ്പുകളായിട്ടാണ് പറയാം. ഒന്നാമത്തെ കാര്യം വിളിക്കുക എന്നുള്ളതാണ്. വിളിക്കുക. ഈശോ അല്ലെങ്കിൽ ദൈവം, നമ്മുടെ ദൈവം ബൈബിളില് 365 പ്രാവശ്യമാണ് ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയാണെന്ന് പറയുന്നത്. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ഓരോ ദിവസവും ദൈവം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. അപ്പൊ ഇങ്ങനെ കൂടെയുള്ള ദൈവത്തിന്റെ അടുത്ത് പിന്നെ നമ്മൾ എന്തിനാ വിളിക്കണേ? ഇനി ദൈവത്തിനെ നമ്മൾ വിളിച്ചു ചേർത്തേണ്ട ആവശ്യമുണ്ടോ? ഉത്തരം സിമ്പിളാണ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും നമ്മൾ ദൈവത്തിന്റെ കൂടെ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ നമ്മൾ ദൈവത്തോട് കൂടെയും കൂടി ആവുന്ന ആ ഒരു അവസ്ഥയാണ് ഈ പറയുന്ന എപ്പോഴും ദൈവത്തോട് കൂടി ആയിരിക്കുന്ന ആ അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയാണ് ഈ വിളിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്, വിളിക്കുക. നമ്മുടെ ഈ വിളിക്കുന്ന ഈ ഈശോയുടെ പ്രത്യേകത, ഒരിക്കലും മിസ് കോൾ ആവാത്തൊരു കോണ്ടാക്റ്റ് ആണ് ഈശോയുടെ കോണ്ടാക്റ്റ്. അപ്പോൾ വിളിക്കുക എന്നുള്ളതാണ്. എന്ത് ചെയ്യുമ്പോഴായാലും, ഇപ്പം ഞാൻ ഈ സന്ദേശം പറയുമ്പോഴായാലും, രാവിലെ എഴുന്നേൽക്കുമ്പോഴായാലും, കിടക്കാൻ പോകുമ്പോഴായാലും, കളിക്കാൻ പോകുമ്പോഴായാലും, നടക്കാൻ പോകുമ്പോഴായാലും, എന്ത് ചെയ്യുമ്പോഴും ദൈവത്തെ നമ്മുടെ കൂട്ടുകാരനായിട്ട്, നമ്മുടെ കമ്പനിക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റിയ രീതിയിൽ ഒപ്പം വിളിക്കുക. അങ്ങനെ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഈ ദൈവത്തെയാണ് നമ്മൾ വെളിപാട് പുസ്തകത്തിൽ കാണുന്നത്. ഇതാ ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, നിങ്ങൾ എനിക്ക് വാതിൽ തുറന്നു തരികയാണെങ്കിൽ ഞാൻ അകത്തേക്ക് പ്രവേശിക്കുകയും നിങ്ങളോടൊപ്പം ഭക്ഷിക്കുകയും ചെയ്യും. ഇങ്ങനെ നമ്മൾ വിളിക്കാൻ കാത്തിരിക്കുന്ന ഈ ദൈവത്തെ, ഈ ഈശോയെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നമ്മുടെ ഓരോ കാര്യങ്ങളിലേക്കും വിളിക്കുക എന്നുള്ളതാണ് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ്.
ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? വിളിച്ചാൽ മാത്രം കാര്യമുണ്ടോ എന്നുള്ളതാണ്. വിളിച്ചു കഴിഞ്ഞിട്ട് ആള് നമ്മുടെ അടുത്തേക്ക് വന്നു, നമ്മുടെ കൂടെ ആയിരിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകേണ്ട കാര്യം, നമ്മൾ ചിലരൊക്കെ വിളിച്ചിരുത്താറുണ്ട് നമ്മുടെ വീട്ടിലേക്ക്, നമ്മൾ ഓരോ മീറ്റിങ്ങുകളിലേക്കൊക്കെ. പക്ഷേ അവരുടെ ആഗ്രഹത്തിനോ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സമർപ്പിക്കാൻ, അവർക്ക് ഇഷ്ടമുള്ള പോലെ കാര്യങ്ങൾ ചെയ്യാനൊന്നും നമ്മൾ നോക്കാറില്ല. ചിലപ്പോൾ അവരെ ഒരു പേരിന് വിളിച്ചു വരുത്തിയിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കും. പക്ഷെ ഈശോയുടെ അടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. നമ്മൾ വിളിച്ചു വരുത്തിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഫലം ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് വിയാനി പുണ്യവാളം പറയുന്നുണ്ട്, വിശുദ്ധ ജോൺ മരിയ വിയാനി. ആള് പറയുന്ന കാര്യം ഇതാണ്: നിങ്ങൾ എന്തൊക്കെ ചെയ്താലും, ഏതൊരു പ്രവൃത്തി ചെയ്താലും അത് ദൈവത്തിന് സമർപ്പിക്കുന്നില്ലെങ്കിൽ വെറുതെ വേസ്റ്റായി പോകുന്നതാണ്. ടോട്ടൽ വേസ്റ്റായി പോകുന്നു. റീസൈക്കിൾ ബിന്നിൽ പോലും നമുക്ക് ഇടാൻ പറ്റില്ല. അപ്പൊ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എത്രമാത്രം ദൈവത്തിന് സമർപ്പിച്ചിട്ട് ചെയ്ത കാര്യങ്ങളുണ്ടെന്ന്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും നമ്മൾ വേറെ പല കാര്യങ്ങൾക്കാണ് മിക്കവാറും സമർപ്പിക്കാറ്. വേറെ പല കാര്യങ്ങൾക്കും വേണ്ടിയാണ് ചെയ്യാറ്. എൻ്റെ സുഖത്തിന് വേണ്ടി, എൻ്റെ സന്തോഷത്തിന് വേണ്ടി, എനിക്ക് മറ്റേ കാര്യം ചെയ്ത് കിട്ടാൻ, എനിക്ക് ഈ പണിഷ്മെൻറ്റിൽ നിന്ന് ഒഴിവാകാൻ, അല്ലെങ്കിൽ എനിക്ക് ചില കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോവാൻ, എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ ഇഷ്ടപ്പെടാൻ, പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഓരോ കാര്യം ചെയ്തു തീർക്കാറ്, ഓരോ കാര്യം സമർപ്പിക്കാറ്. പക്ഷേ ഇങ്ങനെ ദൈവത്തിന് സമർപ്പിച്ച് ചെയ്യാത്ത കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ പുസ്തകത്തിൽ അല്ലെങ്കിൽ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ എഴുതപ്പെടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാണ്: സമർപ്പിക്കുക, കൊടുക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യം കൊടുക്കുക. നമ്മള് ഫുട്ബോൾ കളിക്കുമ്പോൾ രണ്ടുപേരും തമ്മിൽ പാസിട്ട് കളിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ജഗിൾ ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ ഫുട്ബോൾ കളി നടക്കില്ല. നമ്മളെ വിളിച്ചു വരുത്തിയ ഈ ഈശോയ്ക്ക് കൊടുക്കുക, പാസ് കൊടുക്കുക. ആ പാസ് കൊടുക്കുന്നത് പോലെ നമ്മൾ ഈശോയ്ക്ക് നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തി നമ്മുടെ ഒപ്പം ആയിരിക്കുന്ന ഈ ഈശോയ്ക്ക് സമർപ്പിക്കാമെന്നുള്ളതാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ആദ്യം നമ്മൾ ഈശോനെ വിളിച്ചു, പിന്നെ നമ്മൾ ഈശോയ്ക്ക് കൊടുത്തു. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി ശാലസുണ്യാളം പറയുന്നത് ഇങ്ങനെയാണ്: സമാധാനമായിട്ടിരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക. എന്ത് സംഭവിച്ചാലും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഈശോയെ വിളിച്ച് ഈശോയ്ക്ക് കൊടുത്ത് എന്ത് ചെയ്താലും പിന്നെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് നടക്കുള്ളൂ. ദൈവത്തിൻ്റെ കൺമുന്നിൽ നടക്കുന്ന കാര്യങ്ങളാണ് പിന്നെ നടക്കുന്നതെല്ലാം. സമാധാനമായിട്ടിരിക്കുക എന്നുള്ളതാണ്. 3 കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഈ 3 കാര്യങ്ങളും ഇംഗ്ലീഷിൽ 3 വാക്കുകളായിട്ട് പറഞ്ഞാൽ എത്രേ ഉള്ളൂ: ആസ്ക്, ഓഫർ, അക്സെപ്റ്റ്. ആദ്യം ദൈവത്തെ നമ്മുടെ കാര്യങ്ങളിലേക്ക്, നമ്മുടെ പ്രവൃത്തികളിലേക്ക്, നമ്മുടെ ഓരോ ചിന്തയിലേക്കും ഓരോ നിമിഷത്തിലേക്കും വിളിക്കുക. രണ്ടാമത് സമർപ്പിക്കുക. എന്ത് ചെയ്താലും അതിൽ വരുന്ന എല്ലാ വികാരങ്ങളോടും കൂടി, സന്തോഷത്തോടും സന്താപത്തോടും സങ്കടത്തോടും ആവേശത്തോടും എല്ലാത്തോടും കൂടെ ദൈവത്തിന് സമർപ്പിക്കുക. മൂന്നാമത് ഈ സമർപ്പിച്ച കാര്യങ്ങളെ ദൈവത്തിനാണ് സമർപ്പിച്ചത്. ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന, എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന, മരിച്ച് സ്നേഹിക്കുന്ന ഈ തമ്പുരാൻ, എപ്പോഴും കൂടെയുള്ള ഈ തമ്പുരാൻ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നതെന്ന ഉറപ്പിൽ, ആ വിശ്വാസത്തിൽ സമാധാനത്തിലായിരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ഈ 3 കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ, ഈ 3 കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സദാ പ്രാർത്ഥനയിലാണ് ആയിരിക്കുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് നമുക്ക് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറ്റുക? ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനായിട്ട് നമ്മളെ ദൈവം സഹായിക്കട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദേശം, ഇതിലേക്ക് ഞാൻ നിന്നെ ആദ്യമേ തന്നെ വിളിച്ചു. നല്ല തമ്പുരാനെ, ഈ സന്ദേശത്തെ നിനക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. നീ തന്നെ ഏറ്റെടുത്ത് വേണ്ടപ്പെട്ടവരിലേക്ക്, നീ ആഗ്രഹിക്കുന്നവരിലേക്ക് ഈ സന്ദേശം കൊടുക്കണമേ. നല്ല തമ്പുരാനെ, ഞാനിനി സമാധാനമായിട്ട് ഈ സന്ദേശം നിർത്തുകയാണ്. കാരണം ഇനി ഈ സന്ദേശം എത്തേണ്ടിടത്ത് എത്തുകയും പ്രാവർത്തികമാകേണ്ടിടത്ത് പ്രാവർത്തികമാകുന്നതും നീ നിർണയിക്കുന്ന പോലെയാണ്, നീ ആശിക്കുന്നത് പോലെയാണ്. ഈ സമാധാനത്തിൻ്റെ തികവിൽ നിന്റെ ഈ ദാസനെ
നീ എപ്പോഴും കൊണ്ടുനടക്കണമേ. ഇങ്ങനെ ഇടവിടാതെ പ്രാർത്ഥിക്കാൻ, ഓരോ നിമിഷവും ജീവിക്കാൻ നീ തന്നെ ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും ആമേൻ.